ചോദ്യപേപ്പർ ചോർച്ചയിൽ എം.എസ് സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബ് ഒളിവിലായി എന്ന വാർത്തയാണ്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നതായിരുന്നു. ക്രൈംബ്രാഞ്ച് ഷുഹൈബിന്റെ ഫോൺ രേഖകളും ബാങ്ക് ഇടപാടുകളും ഒക്കെ പരിശോധിച്ചു. ചോദ്യപേപ്പർ ചോർത്തിയതിൽ ഷുഹൈബിന് പങ്കെന്നുള്ള സൂചന തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്നതും. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഈ ഷുഹൈബ് ഒളിവിൽ പോയിരിക്കുകയാണ്. ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ട് എന്നാണോ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്? ഈ എം.എസ് സൊല്യൂഷൻസിന് ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ട് എന്ന വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഉള്ളത്. അതിനു കാരണം ഈ 11-ാം തീയതി ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം പുറത്തു വന്നതിന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എം.എസ് സൊല്യൂഷനെ പ്രതി ചേർത്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘം FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. അതിനു മുമ്പ് വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയിരുന്നു. അതിനാൽ തന്നെയാണ് എം.എസ് സൊല്യൂഷന് നേരിട്ട് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ട് എന്നൊരു വിലയിരുത്തൽ എത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ സമയത്തും ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയിൽ യൂട്യൂബ് ചാനലുകൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായാലും അവരെ വെറുതെ വിടില്ല എന്നൊരു നടപടിയും യൂട്യൂബ് ചാനലുകൾ പൂട്ടിക്കുമെന്ന് വന്ന് വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ എം.എസ് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇവരുടെ പേരും മറ്റും വരുന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു FIR ഇടുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയോ ക്രൈംബ്രാഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുമ്പോൾ ഈ ഷുഹൈബ് ഉൾപ്പെടെയുള്ള എം.എസ് സൊല്യൂഷൻസിന്റെ CEO ഒളിവിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് എം.എസ് സൊല്യൂഷൻസിന്റെ ഓഫീസിൽ, കൊടുവള്ളിയിലുള്ള ഓഫീസിൽ പരിശോധന നടത്തുകയും ഹാർഡ് ഡിസ്ക്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, മറ്റു രേഖകളൊക്കെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഫോണിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജുകൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ, ഈ അടുത്ത കാലത്ത് ഡിലീറ്റ് ആക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ പരിശോധന നടത്തിയതിന് പിന്നാലെ ഷുഹൈബിനോട് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഷുഹൈബ് ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ഒളിവിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ആരോപണം വന്ന ഒരാഴ്ചക്കിടയിൽ 3 തവണ എം.എസ് സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ ഷുഹൈബ് ലൈവായിട്ട് വന്നിരുന്നു. അതിനിടയിൽ ഒരു കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുകയും അത് വലിയ രീതിയിൽ ആരോപണം ആവുകയും ഒക്കെ ചെയ്തിരുന്നു. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളോളം ഈ ഷുഹൈബ് പ്രഡിക്റ്റ് ചെയ്തു എന്ന ആരോപണങ്ങളൊക്കെ ശക്തമായി. അതായത് എം.എസ് സൊല്യൂഷനെതിരെ ആരോപണം വരികയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഷുഹൈബ് ഓൺലൈനിൽ വന്നത്. അത് അന്വേഷണ സംഘത്തെ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം 3 തവണയാണ് ഓൺലൈനിൽ വന്നത്. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം FIR രജിസ്റ്റർ ചെയ്യുകയും നോട്ടീസ് നൽകി ആവാൻ പറയുകയും ചെയ്ത സമയത്താണ് ഷുഹൈബ് ഇപ്പോൾ ഒളിവിൽ പോയിട്ടുള്ളത്. ഒളിവിൽ പോയ സമയത്ത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷുഹൈബ് ആക്സസിബിൾ ആയിരുന്ന സമയത്തൊക്കെ മൊഴിയെടുക്കാൻ പോലും ക്രൈംബ്രാഞ്ച് സംഘം ഈ ഷുഹൈബിനെ വിളിപ്പിക്കാതിരുന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ കോഴിക്കോട് DDE, താമരശ്ശേരി DDE മുതലായ ആളുകളൊക്കെ ഷുഹൈബിനെതിരെ നേരത്തെ തന്നെ ഷുഹൈബിനെതിരെ എന്ന് പറഞ്ഞാൽ എം.എസ് സൊല്യൂഷൻസിനെതിരെ നേരത്തെ തന്നെ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. അതായത് കഴിഞ്ഞ ഓണപരീക്ഷയ്ക്കും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നും അതിന് എം.എസ് സൊല്യൂഷൻസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ 6 മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും നടപടി സ്വീകരിച്ചിട്ടില്ല. വീണ്ടും ആ സ്ഥാപനത്തിനെതിരെ ആരോപണം വരുന്നു. ആ ആരോപണം വന്നതിന് ശേഷവും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയത്തിൽ എം.എസ് സൊല്യൂഷൻസിന്റെ പ്രതികരണവുമായി വരുന്നു. എന്നിട്ടും 2-3 തവണകളിലേക്ക് എം.എസ് സൊല്യൂഷൻസിന്റെ ഉടമയ്ക്ക് തന്നെ അവിടെ നിന്ന് ആ ചാനലിൽ നിന്ന് യൂട്യൂബ് ചാനൽ വഴി ലൈവ് ചെയ്യാൻ ഒരു സഹായം നൽകുന്ന രീതിയിൽ ഇടപെടലുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം FIR ഇട്ട് ഹാജരാവാൻ പറഞ്ഞ സമയത്താണ് ഷുഹൈബ് ഒളിവിൽ പോയിട്ടുള്ളത്. നേരത്തെ തന്നെ ഷുഹൈബിനോട് മൊഴിയെടുക്കാനുള്ള സാഹചര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ല എന്നുള്ളത് ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്. വിദ്യാഭ്യാസ ABVP, KSU പോലെയുള്ള സംഘടനകളൊക്കെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഈ ഷുഹൈബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കൃത്യമായ തീയതി നമുക്ക് ലഭ്യമായിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കുമോ എന്നൊരു ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അനു. ശരി ഗോകുൽ.